ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻ, പേജ് നമ്പർ 72. പേജ് നമ്പർ 72. ഫ്രാക്ഷൻസ് ഒന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കേട്ടിട്ടുണ്ടോ? സെക്കൻഡ് ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താ ഫ്രാക്ഷൻ? ആരാ പറഞ്ഞ ഫ്രാക്ഷൻ എന്താന്ന് അറിയുന്ന ആരെങ്കിലും ഒരാൾ കൈവന്നിച്ചേ? ഫ്രാക്ഷൻ കേട്ടിട്ടുണ്ട്, എന്താ ഫ്രാക്ഷൻ എന്ന് അറിയുന്നവരൊന്ന് കൈവന്നിച്ചേ. കേട്ടത് മാത്രമേ ഉള്ളൂ അല്ലേ? ഓർമ്മയില്ല പഠിച്ചത്? സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് ഫ്രാക്ഷൻ എന്താന്ന്. എന്നാ നിഹാര പറഞ്ഞേ. ഒരു സാധനത്തിനെ പകുതിയാക്കുക. പകുതിയാക്കുക. ഓക്കെ, ഒരു സാധനത്തിനെ പകുതിയാക്കുക. എന്താ ജെവിൻ? ജെവിന്റെ അഭിപ്രായത്തിൽ എന്താ ഫ്രാക്ഷൻ? ഒന്നിനെ രണ്ടായിട്ട് മുറിക്കുക. ഒന്നിനെ രണ്ടായിട്ട് മുറിക്കുക. ഓക്കെ, ഏകദേശം അതൊക്കെ തന്നെയാണ് ഫ്രാക്ഷൻ. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർ കളിക്കുന്ന ഒരു കളിപ്പാട്ടമുണ്ട്, ഒരു കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ട്. കണ്ടിട്ടുണ്ടോ? കിച്ചൺ സെറ്റും ഡോക്ടർ സെറ്റും ഒക്കെ അറിയില്ലേ കുട്ടികൾ കളിക്കുന്ന? അതുപോലെ കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു സെറ്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് ഫ്രൂട്ട്സിന്റെയോ വെജിറ്റബിൾസിന്റെയോ കുറെ മോഡൽ ഉണ്ടാവും. അത് മറ്റേ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഇല്ലേ, അത് 2 കഷ്ണാക്കിയിട്ട് ആ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഒരു കത്തി പോലത്തെ ചെറിയൊരു കളിപ്പാട്ടും ഉണ്ടാവും. അതുകൊണ്ട് ഇത് കട്ട് ചെയ്തിട്ട് കളിക്കുന്ന ഒരു സെറ്റ് ഉണ്ട്. അതിൽ നമുക്ക് കാണാം ഫ്രൂട്ട്സിനൊക്കെ 2 പാർട്സ് ആക്കിയിട്ടാ മാറ്റിയിട്ടുണ്ടാവാം. ഇപ്പൊ ഒരു ആപ്പിളിന്റെ ചെറിയൊരു രൂപമായിരിക്കും. ആ ആപ്പിളിന്റെ 2 കഷ്ണം ഉണ്ടാവും. ആ 2 കഷ്ണത്തിനെയും എന്ത് ചെയ്തിട്ടുണ്ടാവും? ആ ഒട്ടിക്കുന്ന സ്റ്റിക്കർ ഇല്ലേ, ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കുന്ന ചെരുപ്പിനൊക്കെ ഒട്ടിക്കുന്ന സ്റ്റിക്കർ, അതുപോലത്തെ സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈ കത്തി വെച്ച് മുറിക്കുക ചെയ്യാം. അപ്പൊ ആ ഒന്നായിട്ടിരിക്കുന്ന ഒരു ആപ്പിളിനെ ഈ കത്തി വെച്ച് മുറിക്കുമ്പോ 2 ഭാഗമാവും. മനസ്സിലായോ? അപ്പോ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ 2 പേരാ കുട്ടികൾ ഉള്ളതെന്നെങ്കിൽ ഒരു ചോക്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ നിങ്ങൾ ഷെയർ ചെയ്യാം? അടിയാവാതെ നോക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 2 പേർക്കും നീളവും വീതിയും ഈക്വൽ പീസാക്കി മുറിച്ചു തരണം. അല്ലെങ്കിൽ വീട്ടിൽ അടിയായിരിക്കും അല്ലേ? എനിക്ക് ചെറുത് കിട്ടി, അവന് വലുത് കിട്ടി, അവക്ക് വലുത് കിട്ടി, എനിക്ക് ചെറുതാ കിട്ടിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ അടിയായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? 2 ഒരേപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിക്കണം. എന്നാലേ വീട്ടിൽ യുദ്ധം ഒഴിവാക്കാൻ പറ്റും. അപ്പൊ അവിടെ ആ പേജില് ഈക്വൽ ആൻഡ് അൺഈക്വൽ പാർട്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർമെലണും ബനാനയും ചോക്ലേറ്റ് ഒക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നുണ്ടോ? സെയിം പേജ് നമ്പർ 72. We can cut an object into a number of parts. Some parts are equal while some parts are unequal. Equal എന്ന് പറഞ്ഞാൽ എന്താ? ഒരേപോലെ ഇരിക്കുന്നത്. ഒരേപോലെ എന്ന് വെച്ചാൽ അതിന്റെ അളവും തൂക്കവും നീളവും വീതിയും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഒരു വത്തക്ക കൊണ്ടുവന്നാൽ കറക്റ്റ് നടുവേലൂടെ മുറിച്ചാല് 2 ഒരേപോലത്തെ കഷ്ണം കിട്ടും അല്ലെ? ആ 2 പീസിനെയാണ് നമ്മൾ എന്താ പറയാ? ഈക്വൽ പാർട്സ്. ചിലപ്പോ നിങ്ങളൊക്കെയാണ് മുറിക്കുന്നതെങ്കിൽ അമ്മ മുറിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈക്വൽ ആയിട്ട് വരും. നിങ്ങളാണ് മുറിക്കുന്നതെങ്കിലോ ചിലപ്പോ ഒന്ന് വലുതായിരിക്കും, ഒന്ന് ചെറുതായിരിക്കും. പേടിച്ചുകൊണ്ട് കത്തിയൊക്കെ എടുത്ത് കൈ മുറിയോ എന്നൊക്കെ പേടിച്ചിട്ട് ഇങ്ങനെ മുറിക്കുന്ന സമയത്ത് ചിലപ്പോ ഒരു കഷ്ണം വലുതും ഒരു കഷ്ണം ചെറുതും ആയിരിക്കും. അപ്പൊ അങ്ങനെ വരുന്നതിനാണ്
അൺഈക്വൽ പാർട്സ് എന്ന് പറയുന്നത്. എന്ത് പറയാം? അൺഈക്വൽ പാർട്സ്. ഒരേപോലെ പറയുന്നതിനെ ഈക്വൽ പാർട്സ് എന്നും, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിട്ട് വരുന്നതിനെ അൺഈക്വൽ പാർട്സ് എന്നും പറയും. എന്താ സ്പെല്ലിംഗ് ഈക്വൽ പാർട്സിന്റെ? ഈക്വലിന്റെ സ്പെല്ലിംഗ് എന്താ? EQUAL, ഈക്വൽ. അൺഈക്വലിന്റെ സ്പെല്ലിങ്ങോ? UNEQUAL. രണ്ടിന്റെയും സ്പെല്ലിംഗ് പഠിക്കണം. അതായത് നിങ്ങളുടെ നോട്ട്ബുക്ക് ജസ്റ്റ് ഒന്ന് എടുത്തോ, എന്നിട്ട് മിസ് എഴുതുന്നത് പോലെ ഫ്രാക്ഷൻസ് എന്ന് ഹെഡിങ് എഴുതാ. ചാപ്റ്റർ ഹെഡിങ് ഫ്രാക്ഷൻസ് എന്ന് എഴുതാ. ഫ്രാക്ഷൻസിന്റെ സ്പെല്ലിംഗ് എന്താ? FRACTIONS. ഫ്രാക്ഷൻസ്. ഒരു പുതിയ പേജിൽ ഫ്രാക്ഷൻസ് എന്ന് ഹെഡിങ് എഴുതുക, എന്നിട്ട് ഒരു അണ്ടർലൈൻ കൊടുക്കുക. ചാപ്റ്റർ 2 ഫ്രാക്ഷൻസ് എന്ന് എഴുതിയിട്ട് അണ്ടർലൈൻ കൊടുക്കുക. എന്നിട്ട് മിസ് വരയ്ക്കുന്നത് പോലെ ഒന്ന് വരയ്ക്കണേ. ഇതുപോലെ രണ്ടെണ്ണം വരച്ചിട്ട് ഇതിന് തൊട്ട് താഴെ ഈക്വൽ പാർട്സ്, അതായത് ഒരുപോലെ കട്ട് ചെയ്യുന്നതിനെ ഈക്വൽ പാർട്സ് എന്ന് പറയും. ഒന്ന് വലുതും ഒന്ന് ചെറുതും ആയിട്ട് കട്ട് ചെയ്യുന്നതിനെ അൺഈക്വൽ പാർട്സ് എന്നും പറയുന്നു. ഈക്വൽ പാർട്സ്, അൺഈക്വൽ പാർട്സ്. എഴുതിയോ? എഴുതിയോ? നെക്സ്റ്റ് പേജില്, പേജ് നമ്പർ 73, എക്സൈസ് 2.1. അതിൽ കണ്ടോ കുറെ സർക്കിളും സ്ക്വയറും ട്രയാങ്കിളും പിന്നെ റെക്ടാങ്കിളും കൊടുത്തിട്ടുണ്ട്. അതില് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഏതാ, അൺഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിരിക്കുന്ന ഏതാന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ? ഉണ്ടോ? ഉണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഇത് എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ. ആ എക്സൈസ് 2.1 ഒന്ന് ചെയ്തു നോക്കിയേ. എന്താ അലൻ? ഞാൻ ഓൾറെഡി ചെയ്തതാ. ചെയ്തതാണോ? അതെങ്ങനെ? എപ്പോ ചെയ്തു? ഇപ്പൊ ടീച്ചറെ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഞാൻ വായിച്ചിട്ട് ചെയ്തതായിരുന്നു. നല്ല കുട്ടി. ഓക്കെ, ആ എക്സൈസ് 2.1 ഒന്ന് കംപ്ലീറ്റ് ചെയ്തേ. ഈക്വൽ ഏതാ, അൺഈക്വൽ ഏതാ? എഴുതിയോ?
കഴിഞ്ഞില്ലേ? പറയാ ആൻസർ. സർക്കിളില് ഫസ്റ്റത്തെ സർക്കിൾ രണ്ടെണ്ണത്തില് ആദ്യത്തേത് ഈക്വൽ, രണ്ടാമത്തേത് അൺഈക്വൽ. പിന്നെ രണ്ടാമത്തെ ട്രയാങ്കിളില് ആദ്യത്തേത് അൺഈക്വൽ, രണ്ടാമത്തേത് ഈക്വൽ. മൂന്നാമത്തെ സ്ക്വയറില് ആദ്യത്തേത് ഈക്വൽ, രണ്ടാമത്തേത് അൺഈക്വൽ. നാലാമത്തെ റെക്ടാങ്കിളില് ആദ്യത്തേത് ഈക്വൽ, രണ്ടാമത്തേത് അൺഈക്വൽ. നെക്സ്റ്റ്, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെ 1/2, 1/3, 1/4 പഠിച്ചതല്ലേ? 1/2 1/3 1/4 ഓഫ് എ ഹോൾ, 3/4 ഓഫ് എ ഹോൾ പഠിച്ചതല്ലേ? ആണോ? യെസ്. പഠിച്ചിട്ടില്ല നിങ്ങൾ പറയണ്ട, സെക്കൻഡ് സ്റ്റാൻഡേർഡിന്റെ ടെക്സ്റ്റിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ 1/2 എന്ന് പറഞ്ഞാല്? എന്താ 1/2? ഇതൊരു ഹോൾ തിങ്, ഒറ്റൊരു സാധനമാണ് ഇത്. അതിനെ കറക്റ്റ് 2 ഭാഗമാക്കിയാൽ, കറക്റ്റ് 2 പാർട്സ് ആക്കിയാൽ അതിൽ കറക്റ്റ് 2 പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? ഒരു ഭാഗത്തിനെയാണ് നമ്മൾ 1/2 എന്ന് പറയുന്നത്. 1/2 എന്ന് പറഞ്ഞാല് 1/2 എന്ന് പറഞ്ഞാൽ 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. 2 ഭാഗമാക്കിയതിൽ, 2 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട്. അതേപോലെ തന്നെ ഈ ഭാഗം 2 പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ട്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1/2 ഓഫ് എ ഹോൾ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിൽ വരച്ചു വെച്ചോ. 1/2. 1/2 of a whole. 1/2 of a whole. ഇത് വരച്ചായിരുന്നോ? നോട്ടിൽ എഴുതിയോ? 1/2 of a whole. പെട്ടെന്ന് വരച്ചോ. അതായത് മുഴുവനായിട്ടുള്ള ഒരു സാധനത്തിനെ, ഒരു മുഴുവൻ സാധനത്തിനെ 2 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ 1/2 എന്ന് പറയാം. ഓക്കെ? ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി. 1/2 എന്ന് പറഞ്ഞാല് 2 പാർട്സിൽ 1. വൺ ഹാഫ് എന്ന് എഴുതുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? 1/2. 1/2. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുക. ഇതിനെയാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. 2 ഭാഗമാക്കിയതിൽ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ റെപ്രസെന്റ് ചെയ്യുക. 1/2. വരച്ചോ? നെക്സ്റ്റ് 1/3. One-third എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും? 1/3 ഒരു ഹോൾ തിങ്. അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കുന്നു. 3 ഈക്വൽ പാർട്സ് ആക്കുന്നു.
ഒരു ഹോൾ തിങ് അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ എന്താ ജെവിൻ? മിസ് ഇപ്പൊ എഴുതുന്നത് നോട്ടിൽ എഴുതണോ? ആ നോട്ടിൽ എഴുതിക്കോ. 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗത്തിനെയാണ്, ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? 1/3. ഒരു ഹോൾ തിങ്ങിനെ 3 പാർട്സ് ആക്കി മാറ്റിയാൽ 3 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ? 1/3 ഓഫ് എ ഹോൾ. ഈ 3 പാർട്ടിനെയും 1/3 എന്ന് പറയും. 1/3, 1/3, 1/3, 1/3, 1/3, 1/3. അതായത് 3 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട്. Okay, it is called 1/3 of a whole. 1/3 of a whole. 1/3 of a whole. One-third of a whole. പെട്ടെന്ന് എഴുതണേ. എഴുതിയോ? നെക്സ്റ്റ്, ആദ്യം നമ്മൾ 2 പാർട്സ് ആക്കി, ഇപ്പൊ 3 പാർട്സ് ആക്കി. നെക്സ്റ്റ് എത്രയാക്കണം? 4 പാർട്സ്. ആദ്യം ഒരു മുഴുവൻ ആയിട്ടുള്ള ഒരു തിങ്ങിനെ 2 പാർട്സ് ആക്കി. 2 പാർട്സ് ആക്കുമ്പോൾ നമ്മൾ 1/2 എന്ന് പറയും. പിന്നെ നമ്മൾ 3 പാർട്സ് ആക്കി. 3 പാർട്സ് ആക്കുമ്പോൾ 1/3 എന്ന് പറയും. ഇനി 4 പാർട്സ് ആക്കിയാൽ ഒരു ഹോൾ തിങ്ങിനെ നമ്മൾ 4 പാർട്സ് ആക്കുന്നു. 2 പാർട്സ്, 4 ഈക്വൽ പാർട്സ് ആക്കുന്നു. ഓക്കെ, 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ അതിൽ ഒരു പാർട്ടിനെ എന്ത് പറയും? ഒരു പാർട്ടിനെ എന്ത് പറയും? 4 ഈക്വൽ പാർട്സ് ആക്കിയാൽ 2 പാർട്ട്, 2 പാർട്സ് ആക്കിയാൽ അതിൽ ഒന്നിനെ 1/2 എന്ന് പറയും. 3 പാർട്സ് ആക്കിയാൽ അതിൽ ഒന്നിനെ 1/3 എന്ന് പറയും. 4 പാർട്സ് ആക്കിയാൽ അത് എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാ? എങ്ങനെ റെപ്രസെന്റ് ചെയ്യാ? 4 പാർട്സ് ആക്കിയതിൽ 1 പാർട്ട്. അതേപോലെ തന്നെ 1/4, 1/4, 1/4. അപ്പൊ അതിനെ ആ ഒരു പാർട്ടിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് പറയുന്നേ? 1/4 ഓഫ് എ ഹോൾ. 1/4, FOURTH, 1/4 ഓഫ് എ ഹോൾ. One-fourth of a whole. ഇതും കൂടി പെട്ടെന്നൊന്ന് വരച്ചു വെച്ചേ. ഇതിന് നമ്മള് വേറൊരു പേരും കൂടി പറയും. 1/4 ഓഫ് എ ഹോൾ അല്ലെങ്കിൽ ക്വാർട്ടർ. നമ്മൾ ടൈം പഠിക്കുമ്പോൾ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ എപ്പോഴായിരുന്നു ടൈം പഠിക്കുമ്പോൾ ക്വാർട്ടർ പഠിച്ചേ? ക്വാർട്ടർ പാസ്റ്റ് 1 അല്ലെങ്കിൽ ക്വാർട്ടർ ടു 10 പഠിച്ചിട്ടില്ലേ? ക്ലോക്കിനെ 4 ഭാഗമാക്കി അതിൽ ഒരു ഭാഗം നമ്മൾ കവർ ചെയ്താൽ ക്വാർട്ടർ പാസ്റ്റ് എന്ന് പറയും. ഇനി ഒരു ഭാഗമേ കവർ ചെയ്യാൻ ബാക്കിയുള്ളൂ എങ്കിൽ ക്വാർട്ടർ 2 എന്ന് പറയും. അതുപോലെ 1/4 നമ്മൾ പറയുന്ന വേറൊരു പേരാണ് ക്വാർട്ടർ. QUARTER.
quarter, quarter of a whole. Quarter of a whole. Quarter എന്ന് വെച്ചാല് കാൽ ഭാഗം എന്ന് പറയില്ലേ നമ്മള്, കാൽ ഭാഗമാക്കി എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ക്വാർട്ടർ എന്ന് പറയാം. 1/4 of a whole അല്ലെങ്കിൽ quarter of a whole. ഓക്കെ, ഇനി പേജ് നമ്പർ 74 ഒന്നെടുത്തേ. പേജ് നമ്പർ 74. അതില് സം മോർ ഫ്രാക്ഷൻസ് എന്ന് കണ്ടോ. നമ്മളിപ്പോ എല്ലാം പിന്നെ ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. എത്ര പാർട്സ് ആക്കിയാലും ഒരു പാർട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. വേറൊരു എക്സാമ്പിൾ മിസ് പറഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ചോ. ആദ്യം നമ്മൾ എന്ത് ചെയ്തു, 2 പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ടിനെ 1/2 എന്ന് പറഞ്ഞു. രണ്ടാമത് 3 പാർട്ട് ആക്കിയതിൽ ഒരു പാർട്ടിനെ 1/3 എന്ന് പറഞ്ഞു. 1/3 3 പാർട്ട് ആക്കിയതിൽ. നെക്സ്റ്റ് 4 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിനെ 1/4 എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ഹോൾ തിങ്, ഇതൊരു കേക്ക് ആണെന്നിരിക്കട്ടെ, അതിനെ നമ്മള് 6 ഈക്വൽ പാർട്സ് ആക്കുന്നു. 6 ഈക്വൽ പാർട്സ് ആക്കുന്നു. 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിനെ 6 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഈ ഒരു പാർട്ടിനെ നമ്മൾ എന്ത് പറയും? എന്ത് പറയും? ഈ ഒരു പാർട്ടിനെ എന്ത് പറയും? എത്ര പാർട്സ് ആക്കിയിരിക്കുന്നത് നമ്മള്? 6 പാർട്സ്. 6 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ടിനെ 1/6 എന്ന് പറയും. 1/6 എന്ന് പറയുന്നു. ഇനി അതല്ല, സോറി, 1/6 12 പാർട്സ് ആണ് ആക്കിയതെങ്കിലോ, ഈ ഒരു കേക്കിനെ 12 കഷ്ണങ്ങൾ ആക്കിയിട്ടുണ്ടെങ്കിലോ, അതിലൊരു പാർട്ടിനെ എന്ത് പറയും? എന്നെ ഒക്കെ ഇത് 12 കഷ്ണം ഉണ്ടോ? എന്നെ ഒക്കെ 1 2 3 4 5 6 7 8 9 10 11 12 പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട് ആണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഈ ഷെയ്ഡ് ചെയ്ത് ഈ ഒരു പാർട്ട് ആണെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെ പറയും? 1/12. 1/12. അതായത് നമ്മൾ എത്ര പാർട്സ് ആക്കുന്നോ അത്രയും പാർട്സിൽ ഒരു ഭാഗമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 1/6 അല്ലെങ്കിൽ 1/12 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ 12 എന്ന് പറയുന്നത് എത്ര പാർട്സ് ആക്കി എന്നതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. 1 എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്ന പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി നിങ്ങൾ ആ പേജ് നമ്പർ 74 സം മോർ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹെഡിങ്ങിന് അണ്ടറിൽ കൊടുത്തു നോക്കിയേ. ലുക്ക് അറ്റ് ദി ഫോളോയിങ്. ഇനി 1 സ്ട്രിപ്പ്, ഒരു റോസ് കളർ സ്ട്രിപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. 1 സ്ട്രിപ്പ്, അതാണ് ഒരു ഹോൾ തിങ്. ആ റോസ് കളറിൽ കൊടുത്തതാണ് ഒരു ഹോൾ തിങ്. അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കി. നമ്മൾ 3 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു ഭാഗം നമ്മൾ ഷെയ്ഡ് ചെയ്താൽ അതിനെന്തു പറയും? ഒരു ഭാഗം, ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്താൽ
ആ ഫ്രാക്ഷൻ എങ്ങനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാം? 1/3 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി 2 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ? മൂന്നാമത്തത് 2 പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ 2/3 2/3 എന്ന് പറയുന്നു. 2/3. ഇനി 3 പാർട്സും ഷെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ? 3 പാർട്സ് ആക്കിയതിൽ 3 പാർട്സും ഷെയ്ഡ് ചെയ്താൽ 3/3. അതായത് ആ ഹോൾ തിങ് തന്നെയാണ് നമുക്ക് കിട്ടുക. 3 പാർട്സ് ആക്കിയതിൽ 3 പാർട്സും ഷെയ്ഡ് ചെയ്താൽ 3 ഭാഗം ആക്കിയിട്ട് 3 ഭാഗവും നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഹോൾ തിങ് തന്നെയല്ലേ കിട്ടുക. ഒരു കേക്ക് കൊണ്ടുവന്നു വീട്ടില്, ആ കേക്കിനെ 3 ഭാഗമാക്കി, എന്നിട്ട് ആദ്യം ഒരു ഭാഗം തിന്നു, അപ്പൊ 1/3 കഴിച്ചു. പിന്നെ 2 കഷ്ണം തിന്നു, രണ്ടാമത്തെ കഷ്ണം തിന്നപ്പോഴത്തേക്ക് 2/3 പാർട്സ് നിങ്ങൾ കഴിച്ചു. പിന്നെ കൊതി കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, മൂന്നാമത്തെ കഷ്ണം കൂടി എടുത്തങ്ങ് കഴിച്ചു. 3/3 3 പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് നിങ്ങൾ കഴിച്ചാൽ ആ ഹോൾ കേക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് കഴിച്ചു. അതായത് 3/3 എന്ന് പറഞ്ഞാൽ 1 എന്നാണ് മീനിങ്. 3/3 മാത്രമല്ല 4/4 5/5 6/6 7/7. അതായത് നമ്മൾ ഒരു ഹോൾ തിങ്ങിനെ എത്ര പാർട്സ് ആക്കി മാറ്റിയാലും ആ പാർട്സ് എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ 10 പാർട്സ് ആക്കിയതിൽ 10 പാർട്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ it means 1. ഓക്കെ, തൊട്ടടുത്ത പേജിൽ ഒന്ന് നോക്കിയേ. കളക്ഷൻ ഓഫ് 4 ബോൾസ്. 4 ബോൾസ് കൊടുത്തിട്ടുണ്ട് അവിടെ. ബോൾ കളർ കൊടുക്കാത്ത ബോളാ കൊടുത്തിരിക്കുന്നത്. അതില് ആദ്യം നമ്മൾ ഒരു ബോളിന് കളർ കൊടുത്തു. 4 ബോളുള്ളതിൽ ഒരു ബോളിന് കളർ കൊടുത്തു. അപ്പൊ നമ്മൾ എങ്ങനെ പറയും? 1/4. 4 ബോളിൽ ഒരു ബോള്. We select 1 from 4 balls. അപ്പൊ എങ്ങനെ പറയുന്നു? 1/4. ഇനി 4 ബോളിൽ 2 ബോളിന് കളർ കൊടുത്താലോ? 4 ബോൾസിൽ 2 ബോൾസിന് കളർ കൊടുത്താൽ 2/4. 2/4. ആദ്യത്തേത് 1/4, രണ്ടാമത്തേത് 2/4. ഇനി 4 ബോൾസിൽ 3 ബോൾസിന് നമ്മൾ കളർ കൊടുക്കുകയാണെങ്കിൽ 3/4. 3/4. 4 ബോളിൽ 4 ബോളിനും കളർ കൊടുക്കുകയാണെങ്കിലോ? 4/4. 4/4. That means ആ ഒരു കളക്ഷൻ മൊത്തമായി, 4 ബോൾസിന്റെ കളക്ഷൻ മൊത്തമായി. 4/4 means 1. ഓക്കെ, അടുത്തതും കൂടി ഒന്ന് നോക്കിക്കോ. ഒരു ഹോൾ തിങ്, അതൊരു കേക്ക് ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, അതൊരു കേക്ക് ആണെന്ന് വിചാരിക്ക. അതിനെ എത്ര പാർട്സ് ആക്കുന്നു? 5 ഈക്വൽ പാർട്സ്. 5 ഈക്വൽ പാർട്സ്. പേജ് നമ്പർ 75 രണ്ടാമത്തെ ഡയഗ്രാം സർക്കിളിൻ്റെത്, ബോളിന്റെ തൊട്ട് താഴെയുള്ളത്. 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ ഒരു പാർട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ 1/5 അല്ലെങ്കിൽ 1/5 1/5 എന്ന് പറയുന്നു. 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 2 പാർട്സ് ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അതിനെ 2/5 എന്ന് പറയും. ഇനി 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ 3/5 അല്ലെങ്കിൽ 3/5 എന്ന് പറയും. 5 ഈക്വൽ പാർട്സിൽ 4 പാർട്സ് ആണ് ഷെയ്ഡ് ചെയ്യുന്നതെങ്കിൽ 4/5 എന്ന് പറയുന്നു. 4/5. 5 ഈക്വൽ പാർട്സ് ആക്കിയതിൽ 5 നമ്മൾ ഷെയ്ഡ് ചെയ്താൽ 5/5.
ഓക്കെ, അപ്പോൾ 1/2, 1/3, 1/4, 2/3, 3/4, 2/5, 3/5, 4/5. ഇതൊക്കെ എങ്ങനെയാ, എന്താ നമ്മൾ പറയുന്നത് ഇതിനൊക്കെ? These are called fractions. ഇതിനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് എന്ന് പറയാം. ഒരു ഹോൾ തിങ്ങിനെ ഒരുപാട് ഈക്വൽ പാർട്സ് തന്നെ ആയിരിക്കണം, അൺഈക്വൽ പാർട്സ് ആവരുത്. ഈക്വൽ പാർട്സ് ആക്കിയതിൽ എത്രയാണോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ പാർട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പർ ആണ്, അല്ലെങ്കിൽ ആ പാർട്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്രാക്ഷൻസ്. ഓക്കെ, ബാക്കി നമുക്ക് ആഫ്റ്റർനൂൺ സെഷനിൽ എടുക്കാം. ആ ക്വസ്റ്റ്യൻ നമുക്ക് അപ്പോൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ, എക്സസൈസ് 2.2. ഓക്കെ, ബൈ.